മാർക്കോ എന്ന ആക്ഷൻ മൂവിക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമാറ്റിക് രീതിയിലാണ് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള വിനയ് ഗോവിന്ദ് ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിൽ അധികമൊന്നും ചർച്ച ചെയ്ത് കാണാത്ത തരത്തിലുള്ളൊരു IVF പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റാണ്. ഫീമെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മേഖലയിൽ മെയിൽ ഗൈനക്കോളജിസ്റ്റ് വരുന്നു. തുടർന്ന് സംഭവിക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാമിലി സബ്ജക്റ്റോട് കൂടി പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമയെ വിനയ് ഗോവിന്ദ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഉണ്ണിമുകുന്ദനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് നിഖില വിമലിൻ്റെ പെർഫോമൻസ് ആണ്. ഉണ്ണിമുകുന്ദൻ ഓക്കേഷ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആദ്യം ആ ഒരു കോളേജ് കാലഘട്ടം, അതിനുശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ കരിയർ ചലഞ്ചിങ് ഫേസസ്, അതിലനുഭവിക്കുന്ന സ്ട്രഗിൾസ്, കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ഓക്കേഷ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. 2.25 മണിക്കൂറാണ് സിനിമയുടെ റണ്ണിങ് ഡ്യൂറേഷൻ വരുന്നത്. ഇത് ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല. തിയേറ്ററിൽ കണ്ടില്ലെങ്കിലും OTT വന്നാൽ കാണാവുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്.